നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടൻ ദിലീപിനൊപ്പം 5 പുതുമുഖ നായികമാരുള്ള വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന പവി കെയർടേക്കർ ഏപ്രിൽ 26 മുതലാണ് പ്രദർശനത്തിനെത്തിയത്. ജോണി ആന്റണി, രാധിക ശരത് കുമാർ, ധർമ്മജൻ ബോൾഗാട്ടി, സ്ഫടികം ജോർജ് തുടങ്ങിയവർക്കൊപ്പം പുതുമുഖ നായികമാരായി ജൂഹി ജയകുമാർ, അതുപോലെ ശ്രേയ രുക്മിണി, റോസ്മിൻ, സ്വാതി, ദിലീന രാമകൃഷ്ണൻ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. കോമഡിയും റൊമാൻസും സെന്റിമെന്റ്സും ഒക്കെയായി ഗംഭീര പ്രകടനം നടത്തുകയാണ് പവി കെയർടേക്കർ എന്ന സിനിമയിലൂടെ ദിലീപ്. ഒരു ഒന്നൊന്നര ദിലീപ് പടമാണ് ഇതെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്. നല്ല തമാശകളും വൈകാരിക രംഗങ്ങളുമൊക്കെയായി ദിലീപ് നിറഞ്ഞാടിയപ്പോഴൊക്കെ പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച ചിത്രത്തിലേക്കാണ് ഈ സിനിമയും എത്തി നിൽക്കുന്നത്. തന്റെ ജനപ്രിയ നായകൻ ഇമേജിന് ലെവലേശം മങ്ങലേറ്റിട്ടില്ലെന്നും ഈ സിനിമയിലൂടെ ദിലീപ് തെളിയിക്കുകയാണ്. പവിത്രൻ എന്ന വ്യക്തിയുടെ ജീവിതവും അയാൾക്കുണ്ടാകുന്ന പ്രണയവും എല്ലാമാണ് സിനിമയുടെ ഇതിവൃത്തം. വിവാഹം, പ്രായം കഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രണയം എന്ന രീതിയിൽ ഏറെ വ്യത്യസ്തതകൾ പവി കെയർടേക്കറിൽ പ്രണയത്തിനുണ്ട്. സിനിമയിലെ തന്റെ കഥാപാത്രത്തിന്റെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കവേ വ്യക്തി ജീവിതത്തിൽ തനിക്കുണ്ടായിട്ടുള്ള പ്രണയങ്ങളെക്കുറിച്ചും ദിലീപ് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. ഒരു സ്കൂൾ കാലഘട്ടം മുതലുണ്ടായിട്ടുള്ള പ്രണയങ്ങളെക്കുറിച്ച് ദിലീപ് വെളിപ്പെടുത്തിയത്. ഒപ്പം റിയൽ ലവ് എന്നതിൽ പരാജയപ്പെട്ട ആളാണ് താനെന്നും ദിലീപ് പറഞ്ഞു. എന്റെ ഫസ്റ്റ് ലവ് ഉണ്ടായ ശേഷം ഞാൻ ആ വ്യക്തിയോട് മിണ്ടിയിട്ടേയില്ല, പ്രണയം പറഞ്ഞിട്ടുമില്ല. അതിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഒരുപാട് പേര് ഫസ്റ്റ് ലവ് ആയിരുന്നു. പിന്നീടാണ് ഞാനത് അറിഞ്ഞത്. സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു അത്. അന്ന് ആ പെൺകുട്ടിയോട് മിണ്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചുവെങ്കിലും നടന്നില്ല. മാത്രമല്ല, ഞങ്ങൾ പിന്നീട് ചേർന്നത് വ്യത്യസ്തമായ 2 കോളേജിലായിരുന്നു. പക്ഷെ ബസ്സിൽ വെച്ച് കാണാറുണ്ടായിരുന്നു, ചിരിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ സിനിമയിൽ വന്ന ശേഷം ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സായി. അതുപോലെ റിയൽ ലവ് എന്നതിൽ പരാജയപ്പെട്ട ആളാണ് ഞാൻ. മറ്റുള്ളതൊക്കെ ഫസ്റ്റ് ലവ്, ക്രഷ് ഒക്കെ മാത്രമായിരുന്നു. റിയൽ ലവ് ഇപ്പോൾ പെയിനായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ലവിൽ പരാജയം സംഭവിക്കുമ്പോൾ അതൊരു പെയിനായി ഒപ്പമുണ്ടാകും. പിന്നെ അതിൽ നിന്നും കരകയറാൻ വേറെ പ്രണയത്തിൽ പോയി നമ്മൾ ചാടും. നമ്മളെ സ്നേഹിക്കാനും കേൾക്കാനും ഒരാൾ ഉണ്ടാവുക എന്നത് അത് ഏതൊരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വിഷയങ്ങൾ തന്നെയാണ്. പിന്നെ പ്രണയത്തിന് പ്രായമില്ല, എന്ത് വേണമെങ്കിലും ആർക്കും എപ്പോഴും സംഭവിക്കാം. ചിലതിന് പകരമാവാൻ കഴിയില്ല, കോംപ്രമൈസ് മാത്രമേ ഉള്ളൂ എന്നാണ് ദിലീപ് പറഞ്ഞത്. റിയൽ ലവിനെ കുറിച്ചുള്ള ദിലീപിന്റെ വാക്കുകൾ വൈറലായതോടെ കമന്റ് ബോക്സിൽ മഞ്ജു വാര്യർ എന്ന പേരും കമന്റുകളും നിറയാൻ തുടങ്ങി. സല്ലാപത്തിൽ നായകനും നായികയുമായി അഭിനയിച്ച ശേഷമാണ് ഇരുവരും പ്രണയത്തിലായത്. ഇരുവരും വിവാഹിതരായ ശേഷം ദിലീപ് മഞ്ജു വാര്യർ ജോഡി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറി. കുടുംബജീവിതം തുടങ്ങിയ ശേഷം സിനിമ പോലും മഞ്ജു ഉപേക്ഷിച്ചിരുന്നു. 14 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഇരുവർക്കും മീനാക്ഷി എന്നൊരു മകളുണ്ട്. ഇന്ന് MBBS വിദ്യാർത്ഥിനി കൂടിയായ മീനാക്ഷി ദിലീപിനൊപ്പമാണ് താമസം. ഇവരുടെ വിശേഷങ്ങൾക്കെല്ലാം ആരാധകരും ഏറെയാണ്. എല്ലാ വിശേഷങ്ങളും അറിയാമെങ്കിലും ഒരിക്കൽ പോലും വേർപിരിയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടില്ല. മഞ്ജു വാര്യരുമായി വേർപിരിഞ്ഞ ശേഷം ദിലീപ് നടി കാവ്യ മാധവനെയാണ് വിവാഹം ചെയ്തത്. ഇരുവർക്കും ഇപ്പോൾ 5 വയസ്സുകാരായ മഹാലക്ഷ്മി എന്നൊരു മകളുമുണ്ട്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.